ഏറ്റവും കേരളത്തിൽ നിന്ന് വന്ന KNMന്റെ ഹജ്ജ് ഗ്രൂപ്പിനെ നയിക്കുന്ന 2 അമീർമാരെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, ഹറമിൽ എന്ത്, ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്നത് ഹറമാണ്. ഈ ഹറമിൻ്റെ സജ്ജീകരണങ്ങളെക്കുറിച്ച് KNMന്റെ 2 അമീർമാർ നിങ്ങളോട് വിശദമായി സംസാരിക്കും. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മസ്ജിദുൽ ഹറമിൽ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ ഹജ്ജ് സംഘത്തെ നയിച്ച് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. എൻ്റെ പേര് നൗഷാദ് കരുവണ്ണൂർ. എൻ്റെ കൂടെയുള്ളത് നമ്മുടെ KNMന്റെ അമീർ തന്നെ ബഹുമാന്യനായ അബ്ദുസ്സലാം മൗലവി ശരിയാണ്. മൗലവിയോട് നമുക്ക് ഇവിടെ ഹറമിൽ നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നടക്കുന്ന സജ്ജീകരണങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചറിയാം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രഭാതം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. അബ്ദുസ്സലാം മൗലവി, പിന്നെ ദുൽഹജ്ജ് മാസം തുടങ്ങി ഏതാണ്ട് ഹജ്ജിൻ്റെ ദിവസങ്ങൾ അടുത്തു വരികയാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹാജിമാർ മിനയിലേക്ക് ഈ വെള്ളിയാഴ്ച തന്നെ പുറപ്പെടുകയും ഈ ശനിയാഴ്ച അറഫാത്തിനുമാണല്ലോ. എന്തെല്ലാം ക്രമീകരണങ്ങളാണ് വിശുദ്ധ ഹറമിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏതാണ്ട് കണക്ക് പ്രകാരം 30 ലക്ഷത്തോളം ആളുകൾ ഈ ഹജ്ജിൽ പങ്കെടുക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്. എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഇവിടെ മസ്ജിദുൽ ഹറമിലെ ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ളതെന്നൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ വീക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഇവിടുത്തെ ഭരണകൂടം ചെയ്തിരിക്കുന്ന ക്രമീകരണങ്ങൾ വളരെ വിപുലമാണ്. എല്ലാ മേഖലയിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ വരുന്ന മുത്തമത്തിയായിട്ട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഉംറ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉംറ നിർവഹിച്ച് കഴിഞ്ഞ് ദുൽഹജ്ജ് 8-ന് യൗമു തർവിയയിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ഹാജിമാരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ മിന സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 50,000-ഓളം വരുന്ന ഇവിടുത്തെ ഫോഴ്സ് ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ നിലവിലിവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർ, പോലീസ് മേധാവികളും അതുപോലെ സാധുനീയങ്ങളായിട്ടുള്ള ഒരുപാട് ജോലിക്കാരും അവരെല്ലാം തന്നെ ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇത്രയും 10, 12, 20 ലക്ഷം ഹാജിമാർ ഓരോ വക്തിനും ഇവിടെ വന്നിട്ട് നിസ്കരിച്ചു പോകുമ്പോഴും തമ്മിലൊന്ന് കൂട്ടിമുട്ടാനോ ആർക്കെങ്കിലും ഒരു വെള്ളത്തിന്റെ ആവശ്യത്തിന് പോലും ഒരു പ്രയാസവും നേരിടാത്ത രീതിയിൽ വളരെ സംവിധാനം ചെയ്തിട്ടാണ് ഹറമ് സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് 1ാമത്തെ ഗേറ്റ് മലിക് അബ്ദുൽ അസീസ് ഗേറ്റിന്റെ തൊട്ട് മുമ്പിലാണ്. ക്ലോക്ക് ടവറിന്റെ നേരെ മുമ്പിലുള്ള ഇവിടെയും അതിന്റെ പരിസരത്ത്, അതിന്റെ ശേഷം ജിദ്ദ ഭാഗത്തേക്കുള്ള പുതിയ ഹറമിലും വളരെ വിശാലമായ സൗകര്യമാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രയാസമില്ലാതെ തന്നെ ഹജ്ജ് നിർവഹിക്കാൻ എല്ലാ സംവിധാനം ചെയ്യുമെന്നുള്ള ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് സലാം അലൈയുടെ സംസാരത്തിലൂടെ മനസ്സിലായത് എല്ലാ വർഷവും ചെയ്യുന്ന സജ്ജീകരണങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൗദി ഗവൺമെന്റ് ഹജ്ജിന്റെ ക്രമീകരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും വളരെ വിപുലമായ സൗകര്യമാണ് വരുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ KNMന്റെ ഹാജിമാര് ഈ ഹറമിന്റെ ഏത് പരിസരത്ത് ഏത് ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്? KNMന്റെ ഹാജിമാര് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെ വന്ന ഹാജിമാരൊക്കെ വളരെ ഹാപ്പിയാണ്. തൊട്ടടുത്ത് 300 മീറ്ററിൽ ഉള്ളിലാണ് 2 ഗ്രൂപ്പും ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മറ്റു ഗ്രൂപ്പുകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത, മറ്റു ഗ്രൂപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച എവിടെയെങ്കിലുമൊക്കെ തൊട്ടടുത്ത് താമസിക്കുകയും പിന്നെ അവർ മിനയിലേക്കും അസീസിയയിലേക്കും ഒക്കെ അല്ലെങ്കിൽ മദീനയിലേക്കൊക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന അന്ന് മുതൽ നമ്മുടെ ഹാജിമാർക്ക് എല്ലാ വക്തും ഹറമിൽ വന്നുകൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് 1 ലക്ഷത്തിന്റെ പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അൽഹംദുലില്ലാഹ് KNM നമ്മുടെ ഹാജിമാർക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ളതെന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. പിന്നെ നമുക്ക് ഇവിടെ മിനയിലേക്ക് പോകുമ്പോഴുള്ള സംവിധാനങ്ങൾ ഹാജിമാർക്ക് ഏത് രൂപത്തിലാണ് അത് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ? മിനയിലേക്ക് ഹാജിമാർ കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ ദുൽഹജ്ജ് 8-ന് അതല്ലെങ്കിൽ 7-ന്റെ അന്ന് രാത്രി. കാരണം 30-40 ലക്ഷം ആളുകളുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ആളുകൾക്ക് ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വാഹനങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ഏർപ്പാടനുസരിച്ച്
നമ്മുടെ ഓരോ ആളുകളെയും അവിടെ മുത്തവഫ് വന്നിട്ട് നമ്മളെ വാഹനത്തിൽ കയറ്റി മിനയിലെ ടെന്റിൽ കൊണ്ടുപോയി ആക്കാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാണ്. അതിനുള്ള രേഖകളൊക്കെ നമുക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മുത്തവഫ് അതുപോലെ അവർക്കൊക്കെ കുടിക്കാനുള്ള സംസം പോലും നമ്മുടെ റൂമുകളിൽ എത്തിച്ച് അവരെ സജീവമായിട്ട് എല്ലാറ്റിനെയും പിന്നിൽ ഇവിടുത്തെ മുത്തവഫ് ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഹാജിമാർക്ക് എല്ലാ ദിവസവും ഇൽമിയായ രൂപത്തിലുള്ള ക്ലാസുകൾ താമസിക്കുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ദിവസം പോലും വിടാതെ രാവിലെ 2 മണിക്കൂറോ 1 മണിക്കൂറോ വെച്ചിട്ട് മതപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസുകൾ നടക്കുന്നു. അതിനപ്പുറം നിർവഹിക്കാൻ പോകുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്താതെ വളരെ ചെറിയ ഒരു 50 ആളുകൾക്ക് ഒരു അമീർ എന്നുള്ള നിലക്ക് കൃത്യമായിട്ടും ആ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെയാണ് KNM ഇൻഷാ അല്ലാഹ് ആ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഹാജിമാർക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് അടിമകളായവർ, ശാരീരിക പ്രയാസമുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ ഹജ്ജിന് വരുന്ന ബഹുഭൂരിഭാഗം ആളുകൾ. അവർക്ക് ഇവിടെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് വരുന്നവർക്കും പരിചയക്കുറവുള്ള ആളുകൾക്കൊക്കെ ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ ഹറമിൻ്റെ പരിസരത്ത് ഉള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പുറത്തു പോയാൽ അവർക്ക് ഒരു ഫ്രീ ആയി ലഭിക്കുന്ന ചികിത്സകളൊക്കെ എന്താണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഈ 3-ാം നമ്പർ ബാത്റൂമിന്റെ തൊട്ടടുത്ത് ഇവിടെ മുസ്തഷ്ഫ അജിയാദ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ 100% ഫ്രീ ആണ്. പെട്ടെന്നുണ്ടാകുന്ന ഏത് രോഗികൾക്കും പെട്ടെന്ന് കയറി ചെന്ന് ചികിത്സ നേടാവുന്നതാണ്. അവിടെ പോരാ എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ചികിത്സ ആവശ്യമുള്ള ആളുകളെ മലിക് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലുണ്ട് സാഹിറിൽ, അവിടത്തേക്ക് പോകാവുന്നതാണ്. പിന്നെ വേറെ ഒരു സംവിധാനം ഈ വർഷം ചെയ്തത് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമ്മൾ നമ്മുടെ മെഡിക്കൽ കാർഡുമായിട്ട് അതുപോലെ നമ്മുടെ ഹജ്ജിന്റെ കാർഡുമായിട്ട് ചെന്നാൽ അത്യാവശ്യമുള്ള ചികിത്സകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ മെഡിക്കൽ കാർഡിൽ കൂടെ തന്നെ നിർവഹിക്കപ്പെടുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു ഹാജിനെ കൊണ്ടുപോയിട്ട് 5 ദിവസം അഡ്മിറ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ഒരു കാശ് പോലും നമുക്ക് ചെലവായിട്ടില്ല. മുഴുവൻ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ അത് വഹിച്ചിട്ടുണ്ട്. ഹറമിലേക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ പലപ്പോഴും ആളുകളുടെ ഇടയിലുള്ള ചർച്ച ഈ ഹജ്ജിന് കുറച്ചുകൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാജിമാരെ ഈ ID കാർഡുകൾ അടക്കമുള്ള ഡോക്യുമെന്റ്സ് വളരെ വിപുലമായിട്ടുള്ള രൂപത്തിലുള്ള ചെക്കിങ് വ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്നു കേൾക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഈ വർഷം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഗവൺമെന്റ് ശ്രദ്ധ കൊടുക്കുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും അത് ഹാജിമാർക്കുള്ള വലിയ ഒരു സേവനമായിട്ടാണ്. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹാജിമാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പരിചരണം കൊടുക്കണമെങ്കിൽ അനധികൃതമായി കടന്നു വരുന്ന ഹാജിമാർ അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അനധികൃതമായി ഇവിടെ താമസിച്ച് ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും നിലവിൽ വന്ന നിയമപരമായ ഹാജിമാർക്ക് അത് പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അനധികൃതമായ ഹാജിമാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അഭിവൃദ്ധിക്കും നമ്മുടെ സമാധാനപരമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന വലിയൊരു സേവനമാണ് ഹാജിമാർക്കുള്ള എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാ. ഇപ്പോൾ മക്കയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ ഇവിടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കനത്ത ചൂടിലാണ് മക്കയുള്ളത് എന്നാണ്. അതുപോലെ തന്നെ ഹാജിമാരും കനത്ത ചൂടിലേക്കാണ് പോകുന്നതെന്നൊക്കെ കേൾക്കുമ്പം സ്വാഭാവികമായിട്ടൊരു ആശങ്ക ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാവും. എന്താണ് പൊതുവെ ഒരു 47 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ എന്താണ് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ എന്ത് മാർഗങ്ങളാണ് ഹാജിമാർ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ഇതിനെ കൊണ്ടൊരു ശാരീരിക ആവശ്യതയോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് കൂടുതലായിട്ട് ഹാജിമാരിൽ വരുന്നുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചൂടിന്റെ കാരണം കൊണ്ട് ഹാജിമാർക്ക് കൂടുതൽ ഒരു അവസരമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇത്രയും 25 ലക്ഷം ഹാജിമാരുള്ള ഇവിടെ നമ്മൾ പല ഹോസ്പിറ്റലിലും ഒരു ദിവസം തന്നെ പോയി കറങ്ങുന്നുണ്ട്. വളരെ എണ്ണപ്പെട്ട രോഗികളെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ശക്തമായ തണുപ്പിന്നും മഴയെന്നും വന്ന ആളുകൾ ഈ ചൂടിലേക്ക് ഇറങ്ങുകയും ആ ചൂട് അനുഭവിച്ചുകൊണ്ട് നേരെ AC-യിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ മറ്റു മാരകമായ രോഗങ്ങളുള്ള ആളുകൾ കയറി വന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ചേഞ്ച് ഈ കാലാവസ്ഥയിലുള്ള ചേഞ്ചിൽ അവരുടെ പഴയ രോഗം എടുത്തു ഉദ്ധരിക്കുക എന്നല്ലാതെ ഇവിടുത്തെ ചൂട് കാരണം ആർക്കും ഒരു പ്രയാസം ഇതുവരെ ഉണ്ടാവുന്നില്ല. പിന്നെ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ മിനയിലും അറഫയിലും അതുപോലെ ഇവിടെയുമൊക്കെ ഹാജിമാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒരാളെയും വെയിൽ കൊണ്ടിട്ട് നിസ്കരിക്കാൻ ഇവിടുത്തെ ഹാജിമാരെ വിടുന്നില്ല. രാത്രി സമയത്തോ അല്ലെങ്കിൽ സുബൈ സമയത്തോ മാത്രമാണ്
സൂര്യന്റെ താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഹാജിമാരെ വിടുന്നത്. മറ്റുള്ള ആളുകളൊക്കെ നേരത്തെ പള്ളിയിൽ കയറ്റുകയും അല്ലാത്ത ആളുകളെ റോഡിൽ തടഞ്ഞിട്ട് അവർ അത്യാവശ്യമുള്ള പള്ളികളിൽ നിസ്കരിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചൂട് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ നമ്മുടെ ഹാജിമാര് പലപ്പോഴും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളല്ലാതെ ഈ മക്കയുടെ പരിസരത്തുള്ള ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുക, അതുപോലെ തന്നെ മദീന സന്ദർശനം, ത്വായിഫിലേക്കുള്ള യാത്ര, ഇത്തരം യാത്രകളൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓരോ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ടാവും. കേരള നദുവത്തുൽ മുജാഹിദീൻ KNM ഏത് രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്? ഒന്ന് ഹജ്ജിന് മുമ്പാണോ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്? മദീന സന്ദർശനം ഹജ്ജ് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും KNM വളരെ കൃത്യമായ ഒരു ഷെഡ്യൂളാണ് അതിലൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ 28-ാം തീയതി വന്നതിന്റെ ശേഷം വരുന്ന 1-2 ആഴ്ചന്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രദേശങ്ങൾ മക്കയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 പ്രദേശമുണ്ട്. അതൊന്ന് മക്കയാണ്, മറ്റൊരു മുസ്ദലിഫ, മിന, അറഫ. ഈ പ്രദേശങ്ങൾ കൃത്യമായിട്ടും ഹാജിമാരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താണ് ഓരോ പ്രദേശത്തും എന്നാണ് നിൽക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും കൃത്യമായി പഠിപ്പിക്കുകയും അതുപോലെ സൗർ ഗുഹയുടെയും ഹിറാ ഗുഹയുടെയും പരിസരത്ത് കൊണ്ടുപോയിട്ട് ആ ഹിറാ ഗുഹയും സൗർ ഗുഹയും വിശ്വാസി സമൂഹത്തിന് അത് കാണുമ്പം അവരെന്താണ് അതിൽ നിന്ന് ആവാഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് കൃത്യമായി ചരിത്രം ആ പ്രദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഹജ്ജ് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ മദീന സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ഇതുപോലെ മദീനയിലും അവിടുത്തെ ചരിത്ര പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് വളരെ സുതാര്യമായിട്ട് ദീനിൽ എന്താണോ പ്രവാചകന്റെ കൃത്യമായ അധ്യാപനങ്ങൾ ഉള്ളത്, അതേമാതിരി സുന്നത്തായ കർമ്മങ്ങൾ എവിടെയൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ, ചരിത്രപരമായ പഠനം എവിടെയാണോ ആവശ്യമുള്ളത് അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ട് തന്നെയാണ് കേരള മുജാഹിദിന്റെ ഈ ഗ്രൂപ്പുകൾ ഉംറ സംഘമാണെങ്കിലും ഹജ്ജ് സംഘമാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ചില ആളുകൾ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് KNMന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് മദീന സന്ദർശനമില്ല, അതുപോലെ തന്നെ ഖബർ സിയാറത്ത് ഇല്ല, അത്തരം സ്ഥലങ്ങളിലൊന്നും പോകാറില്ല, ചരിത്ര സ്ഥലങ്ങളൊന്നും സന്ദർശിക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ വ്യാജ വാർത്തകളൊക്കെ വീഡിയോകളായിട്ടും പ്രസംഗങ്ങളായിട്ടും പ്രഭാഷണങ്ങളായിട്ട് പുരോഹിതന്മാർ ചെയ്യാറുണ്ട്. എന്താണ് ഇതിന്റെ കൃത്യമായൊരു വസ്തുത എന്ന് പൊതുജനങ്ങളോട്, നമ്മൾ പറയുന്നത് ഏതെങ്കിലും വിഭാഗത്തോടല്ല, പൊതുജനങ്ങളോട് ഒന്ന് സലാം മൗലവി ഒരുപാട് വർഷമായിട്ട് ഈ രംഗത്ത് അമീറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ആളും അതുപോലെ തന്നെ നേരത്തെ ഈ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തൊക്കെ മറ്റു പല രൂപത്തിലുള്ള സേവനങ്ങളൊക്കെ ചെയ്ത ആൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ വിഷയത്തിൽ? യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ പ്രചരണമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് പോലെ പ്രവാചകനെ സ്നേഹമില്ലാത്തവര്, സ്വലാത്ത് ചെല്ലാത്ത ആളുകൾ, ഖബർ സിയാറത്തില്ലാത്ത ആളുകൾ എന്നൊക്കെ സമൂഹത്തിന് മുമ്പിൽ പൗരോഹിത്യം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഈ പറയുന്നതൊക്കെ. ഇവിടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരുമ്പോഴും ഉംറയ്ക്ക് വേണ്ടി വരുമ്പോഴും മക്കയിലും പരിസരത്തും നിർവഹിക്കപ്പെടാവുന്ന എല്ലാ സുന്നത്തുകളും അത് കൃത്യമായി എവിടെ ചെന്നാലും അത് കൃത്യമായി പറയുകയും മദീന എന്തിന് സന്ദർശിക്കണമെന്നും മദീനയിൽ എന്തൊക്കെയാണ് നമ്മൾ നിർവഹിക്കേണ്ട സുന്നത്തുകളെന്നും ആ സുന്നത്തുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന അതല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കാറുള്ളത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യം കൂടി. ഈ സഹോദരിമാര് അവർ മസ്ജിദുൽ ഹറമിൽ വന്ന് നമസ്കരിക്കുന്ന വിഷയത്തിലൊക്കെ ചില പുരോഹിതന്മാർ ചില സ്ത്രീകളെ അവരുടെ മസ്ജിദുൽ ഹറമിലെ നമസ്കാരത്തെ തടയുന്നുണ്ട്. അവരെ ഹോട്ടലുകളുടെ ഉള്ളിൽ വെച്ച് നമസ്കരിച്ചാൽ മതി എന്നുള്ള ഫത്വകൾ കൊടുത്താണ്. KNMനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എല്ലാ സ്ത്രീകളും എല്ലാ ഭക്തരും മസ്ജിദിൽ പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും KNM ആദ്യം തന്നെ ഹാജിമാരോട് പറയുന്നത് കൃത്യമായിട്ടും ഒരു വക്ത് പോലും നിങ്ങൾ പള്ളിയിൽ നിന്ന് ഉപേക്ഷിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് വളരെ ദൂരത്തിൽ ചെറിയ കാശിന് റൂം കിട്ടും. പക്ഷേ നമ്മുടെ ഹാജിമാർക്ക് ഓരോ വക്തിലും ഇവിടെ വന്നു പോകാനുള്ള സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ് 300 മീറ്റർ പരിസരത്തൊക്കെ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. നമ്മുടെ ഹാജിമാർ അൽഹംദുലില്ലാ രോഗികളല്ലാത്ത എല്ലാ ഹാജിമാരായ സഹോദരിമാരും എല്ലാ വക്തിലും ഹറമിൽ വന്നാണ് നിസ്കരിക്കുന്നത്. അത് ഹജ്ജിന് വന്നാലും ഉംറയ്ക്ക് വന്നാലും പുരോഹിതന്മാര് അവരുടെ കാര്യലാഭത്തിനോ അല്ലെങ്കിൽ നാട്ടിൽ അവർ പഠിപ്പിച്ചതോ അനുസരിച്ച് ആളുകളെ വലിയ നന്മകൾക്ക് വേണ്ടി അവർ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിലും ആ നന്മകൾ തടയുന്ന ഒരു പ്രവണതയാണ് പുരോഹിതന്മാർ ഈ കാര്യത്തിൽ സ്വീകരിക്കാറുള്ളത്. എന്നാൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയും അതുപോലെ ഇവിടെ കാണുന്ന മറ്റു ചരിത്ര പ്രദേശങ്ങളൊക്കെ അവർ സന്ദർശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഹറമിലേക്കുള്ള നിസ്കാരത്തിനുള്ള പ്രോത്സാഹനം ആ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് 1 ലക്ഷത്തിന്റെ പ്രതിഫലം കിട്ടുമെന്നുള്ള ആ കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക്